ഞാനിപ്പോൾ ഉള്ളത് അശ്വിനി ജംഗ്ഷന് സമീപമുള്ള വീടുകളിലാണ്. അതാ ഞാനിവിടെ എത്തുന്ന സമയത്ത് മുട്ടറ്റം മാത്രമായിരുന്നു വെള്ളം. ഇപ്പോൾ ആ വെള്ളം അരക്കൊപ്പം എത്തിയിരിക്കുന്നു. എത്രമാത്രം ഭീകരമാണ് ഇവിടുത്തെ സ്ഥിതി എന്നത് ഈ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു വീടിനകത്തേക്ക് കയറി വരികയാണ്. ഇവരൊക്കെ ഇപ്പോഴും ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ അതായത് വെള്ളം കയറാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ ഭാഗത്തൊക്കെ ഇവരൊരു സുരക്ഷാ വേലി പോലെ വെള്ളം ആദ്യഘട്ടത്തിൽ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമൊക്കെ ഒരുക്കിയിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നാണ് വെള്ളം കയറിയിരിക്കുന്നത്. ഇത് ഒഴുകി നടക്കുന്ന ഇവിടുത്തെ ഒരു പ്ലാസ്റ്റിക് കസേരയാണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ കട്ടിലൊക്കെ മുങ്ങിക്കിടക്കുന്നു ഈ വീടിനകത്ത്. അത് ഈ വീട് മാത്രമല്ല, ഇവിടുത്തെ നിരവധി വീടുകളിൽ ഒരു 50-നടുത്ത് വീടുകളിൽ ഇതിനോടകം വെള്ളം കയറിയിട്ടുണ്ട്. അത് ഈ അശ്വിനി ജംഗ്ഷനിലെ മാത്രം സ്ഥിതിയാണ്. ഇനി ശങ്കരയ്യ റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇവരുടെ ഫ്രിഡ്ജ് അടക്കം വെള്ളത്തിലായിരിക്കുന്നു. മഴക്കാലമായാൽ ഇതാണ് സ്ഥിതി. അതായത് ഇത് ഇന്നത്തെ മഴ എന്ന് പറയുന്നത് ഇവർ ഒട്ടും പ്രതീക്ഷിക്കാതെ എത്തിയ മഴയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ വീട്ടിലെ അമ്മ ഒരു അസുഖം ബാധിച്ച് ആശുപത്രിയിലാണ്. അവിടെ നിന്നാണ് ഈ ചേച്ചിയൊക്കെ ഓടി വന്നത്. എന്താ ചേച്ചി, മഴ പ്രതീക്ഷിച്ചില്ലല്ലേ? ഇല്ല, പ്രതീക്ഷിച്ചില്ല. ഞങ്ങളിപ്പോ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കാം, മോളെയും കൊണ്ട് പോവാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നാണ് ഇത് ഉണ്ടായത്. ആകെ മുങ്ങി, സാധനങ്ങൾ കയറ്റി വെക്കാനുള്ള സമയം പോലും ഇല്ല. അപ്പേക്കിന് മുങ്ങി നിറഞ്ഞു ആകെ. പനിയല്ലേ? എനിക്ക് പനിയായിട്ടിരിക്കുന്നു. ഞാൻ സ്കൂളിൽ പോയി അമ്മ ഇന്ന് ലീവ് എടുത്തപ്പോൾ ഇവിടെ ഇരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ കിടന്നുറങ്ങുമ്പോ മഴ പെയ്തിട്ട് അമ്മ വിളിച്ചെനിപ്പിച്ച് വെള്ളം കയറി എന്ന് പറഞ്ഞു. ഈ വീട് ആകെ മുങ്ങിയിരിക്കുന്നു. അവരുടെ അടുക്കളയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ദൃശ്യത്തിൽ കാണാം നമുക്ക് എത്രമാത്രം ദുരിതമാണ്. അവരുടെ ഗ്യാസ് കുറ്റി അടക്കം ഒഴുകി നടക്കുന്നതാണ്, വെള്ളത്തിൽ ഒഴുകി നടക്കുന്നതാണ് കാണുന്നത്. ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായും ഒഴുകിപ്പോകും. അത്തരത്തിൽ വലിയ ആശങ്കയാണ് ഇവരെ സംബന്ധിച്ച്. അതായത് ഈ വീട്ടിൽ മാത്രമല്ല, സമീപത്തെ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിരിക്കുന്നു.